വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ 2 ദിവസത്തെയും കൂടെ ഉള്ളതാണ് ഞാനിതിപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ജെൻറ്റിങ് ഹൈലാൻഡ്സിലേക്കാണ്. അവിടെ ഹോട്ടൽസ്, കാസിനോ, ഷോപ്പിംഗ് മാൾസ്, തീം പാർക്ക് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മോർ ദാൻ ഒരു 1 അവറിൻ്റെ അടുത്ത് ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ എത്തുന്നത്. അപ്പം നമ്മളിപ്പോൾ ദാ അവാന സ്കൈവേയിലേക്ക് കയറാൻ പോവാണ്. അവാന സ്കൈവേ എന്ന് പറയുന്നത് ഒരു ഗോണ്ടൂല സിസ്റ്റമാണ്, ഒരു ലിഫ്റ്റ് സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ അതൊരു എല്ലാവരും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് ആ ഒരു ഗോണ്ടോലയിലേക്ക് കയറാൻ പോവാണ്. അത് നമ്മൾ അങ്ങനെ ആകാശത്ത് കൂടെ പോകുമ്പം ആ ഒരു മൗണ്ടെയിൻ എയർ, ആ ഒരു തണുപ്പ് ഒക്കെ ഒരു അടിപൊളി. അതേപോലെ നമ്മൾ കയറിയ സമയത്ത് അത്യാവശ്യം മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു അവാന സ്കൈവേ കണക്ട് ചെയ്യുന്നത് ഒരു സ്കൈ അവന്യൂ സ്റ്റേഷനിലേക്കാണ്. അതായത് നമുക്ക് അവിടെ ഒരു സ്കൈ അവന്യൂ ഷോപ്പിംഗ് മാൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അവിടേക്കാണ് എത്തുന്നത്. അപ്പം ആ ഒരു സ്കൈ അവന്യൂ എന്ന് പറയുന്നത് മലേഷ്യയിലെ ഒരു ഹയസ്റ്റ് ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ അതാ പോകുന്ന വഴിക്ക് നമുക്ക് ആ ഒരു വാട്ടർ തീം പാർക്കൊക്കെ കാണാം. ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റിൽ നമ്മൾ ആ സ്കൈ അവന്യൂവിലെത്തി. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മോർ ദാൻ 100 ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ലൈക്ക് ഫുഡ് ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, ഷൂസ്, ഗാഡ്ജറ്റ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും, എല്ലാ ബ്രാൻഡ്സും ആ ഒരു സ്കൈ അവന്യൂ മോളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലാം നോക്കി കണ്ടു നടന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ എല്ലാ ബ്രാൻഡും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സ്കൈട്രോപോളിസ് ഇൻഡോർ തീം പാർക്ക്. അവിടെ ഒരുപാട്, എനിക്ക് തോന്നുന്നു മോർ ദാൻ 20 ഫൺ റൈഡ്സ്, അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല. പിന്നെ ഇതാ നമുക്ക് വിശക്കാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പം അവിടുത്തെ കുറേ ഐസ്ക്രീംസ്, കേക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ദാഹമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നടന്നിട്ട് അവസാനം നമ്മളൊരു മാംഗോ ജ്യൂസ് വാങ്ങിച്ചു, അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടന്നു. പിന്നെ ഇതാ ലിപ്സ്റ്റിക്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നിൽക്കുമല്ലോ. എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഒരുപാട് മാസ്ക് ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു 5 എണ്ണം എടുക്കുകയാണെങ്കിൽ ഇത്ര റിങ്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഒരുപാട് ഫുഡ് കോർട്ടുകളും നമുക്ക് ആ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു 2 അവറിൻ്റെ അടുത്ത് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ അവിടെ എത്തി. നമ്മൾ ആ ഒരു അവാന അവിടെ എത്തുന്ന സമയത്തും ഇതേപോലെ കുറേ ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. ടെക്സാസ് ചിക്കനിൽ കയറിയിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഡ്രൈവർ അപ്പോഴേക്കും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ബാട്ടു കേവ്സ് ആണ്. അപ്പം ബാട്ടു കേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതൊരു ലോർഡ് മുരുകൻ്റെ വലിയ സ്റ്റാച്യു ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് അവിടെ നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി പോലെ ആൾക്കാരുണ്ടാവും. കാരണം നമ്മളെ ഡ്രസ് കോഡ്, ലൈക്ക് നമുക്ക് ട്രൗസേഴ്സ് അതൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഗേൾസിനെ അങ്ങോട്ട് കയറ്റില്ല കേട്ടോ. അപ്പം ലോങ് ഡ്രസ്സ്, പാൻറ്റ്, അതിനൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഇട്ട് നമുക്ക് കയറാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു 272 കളർഫുൾ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ കേട്ടോ. അത് കയറി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ്, ഒരു രക്ഷയുമില്ല. ലൈക്ക് നമുക്കവിടെ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു പീസ്, ലൈക്ക് അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു, പറയാതെ ഇരിക്കാൻ വയ്യ. ആ ഒരു 272 സ്റ്റെപ്പ് കയറി ടയേർഡായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ നമുക്കവിടെ ഫീൽ ചെയ്യില്ല. അത്രക്കും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കയറിയിട്ട് മുകളിലോട്ട് ചെല്ലുന്ന സമയത്ത് വേറൊരു അമ്പലം, ലൈക്ക് പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ അതേപോലെ ഒരുപാട് പീജിയൻസും പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു അടിപൊളി, നമ്മൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബാട്ടു കേവ് എന്ന് പറയുന്നത്. പിന്നെ അതാ അതിൻ്റെ അകത്ത് തന്നെ കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു മാഗ്നറ്റും കീ ചെയിൻസിനൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇറങ്ങുന്ന സമയത്ത് മങ്കീസൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ നമ്മളുടെ ബിലോങ്ങിങ്സൊക്കെ, ലൈക്ക് നമ്മളെ ബാഗ്, ഫുഡ് ഐറ്റംസ്, ഫോൺ, അതൊക്കെ തട്ടിപ്പറിച്ച് ഓടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഡേ ആയി പെട്രോണാസ് ടിൻ ടവറിൻ്റെ അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അതൊരു കിങ് പാലസ് ആണ്. കിങ് പാലസ് അല്ലെങ്കിൽ ഇസ്റ്റാന നെഗാര എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല.
സോ നമ്മൾ അടുത്തത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നാഷണൽ മോണ്യുമെൻ്റ് ഓഫ് മലേഷ്യ ആണ്. അതായത് ഇവരുടെ വേൾഡ് വാറിൻ്റെ സമയത്ത് മരിച്ചുപോയ ഒരുപാട് പട്ടാളക്കാരും ഓഫീസേഴ്സും അതിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരും ഒക്കെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു സ്മാരകമാണ് ഇത് കേട്ടോ. അപ്പം ആ കാണുന്ന ഈ ഒരു സ്റ്റാച്യു ആണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട്. പിന്നെ ഒരു വാട്ടർഫോളൊക്കെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് അവിടുന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് നാഷണൽ മോസ്കിലാണ്. അവിടെ കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു ഡ്രസ്സൊക്കെ തരും. അതിട്ടിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട്. അങ്ങനെ നമ്മളിത് അവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ടയർഡായപ്പം ഒരു ഇളന്നി വാങ്ങിച്ചു കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇൻഡിപെൻഡൻസ് സ്ക്വയർ അല്ലെങ്കിൽ മെർഡേക്ക സ്ക്വയർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫ്ലാഗാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മലേഷ്യയിൽ ഇപ്പോൾ ഉള്ള നാഷണൽ ഡേ ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസും പരേഡ്സും ഒക്കെ നടക്കുന്ന ഒരു വെന്യൂ ആണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയർ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ സ്പോട്ടുകളുണ്ട്. അവിടെ തന്നെ നോക്കിയാൽ നല്ല അടിപൊളി സ്ഥലമായിട്ട് തോന്നിയത്. നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും നല്ലൊരു അടിപൊളി സ്ഥലമായിട്ട് തോന്നി. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നമ്മൾ പിന്നെ ഒരു ഹാരിസൺസ് ചോക്ലേറ്റിൻ്റെ ഫാക്ടറിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് സാമ്പിൾസൊക്കെ തരും കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് KL സിറ്റി ടൂർ ഉണ്ടായിരുന്നു. KL ടവറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്, സ്കൈ ഡെക്ക് ഉണ്ട്, റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ടിക്കറ്റ് പ്രകാരം നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിലായിരുന്നു. അതായത് ഇൻഡോർ ആണ്, 276 മീറ്റർ എബവ് ആണ്. അപ്പോൾ ബൈനോക്കുലേഴ്സ് വെച്ചിട്ട് നമുക്ക് വ്യൂ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതായത് നമുക്ക് ആ കുലാലംപൂരിലെ എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ. അപ്പം ഇത്രയുള്ളൂ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.